മുറ്റത്തേക്ക് വന്നോട്ടത്. അത് മുറ്റത്ത് ഉണ്ടാവേണ്ട സാധനമാണ്. മുറ്റത്ത് വളരേണ്ട ഔഷധങ്ങളിൽ ഒന്നാണിത്. അണലിവേഗം. ഇത് ഞാനേ അഗസ്ത്യകൂടത്തുനിന്ന് എഡിസൺ വൈദ്യരുടെ ഗുരുനാഥൻ്റെ കൂടെ പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു ചെടിയാണ്. അത് ഇതാ ഒരുപാട് പേര് കുഴിച്ചിട്ടിട്ട് എനിക്ക് മാത്രം അവിടെ ഇത് ഉണ്ടായി കിട്ടിയത്. ഇതിനെപ്പറ്റിയൊക്കെ അറിവ് വേണ്ടേ? അണലി വേഗം എന്ന് പറഞ്ഞാൽ അണലിയുടെ വിഷത്തിന് വരെ വളരെ ഫലപ്രദമായ മരുന്ന് ഇതിൽ നിന്ന് ഉണ്ടാക്കാം. ആ അലമാറിയിൽ ഒരു കറുത്ത മരുന്ന് ഉണ്ടാക്കി വെച്ചില്ലേ, സ്ഫുടം ചെയ്ത് ഉണ്ടാക്കി വെച്ചതാ. അത് സാധാരണ ഈ വിഷം ഓരോ വിഷപ്പറ്റിനും ആളുകൾ വരുമ്പോൾ അത് കടിച്ചു ഇത് കടിച്ചു എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന ഒരു മരുന്നുണ്ടല്ലോ, ആ സാധനം ഇത് സ്ഫുടം ചെയ്തിട്ട് ഇത് അരച്ച് സ്ഫുടം ചെയ്തിട്ട് വേറെ ചില മരുന്നുകൾ കൂടി ചേർത്തിട്ട് അത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. വളരെ അപൂർവമായ ഉണ്ടായി കിട്ടാൻ തന്നെ വളരെ പ്രയാസമുള്ളൊരു ചെടിയാണ്. അത് മാത്രമല്ല ഇത് അശുദ്ധി വരാത്തൊരു ചെടി കൂടിയാണ്. അഗസ്ത്യകൂടത്ത് നിന്ന് അഗസ്ത്യരുടെ ആ തിരുസന്നിധിയിൽ നിന്ന് ഒരു തൈ എടുത്തുകൊണ്ടുവന്നാണ്. ഒരുപാട് പേര് കുഴിച്ചിട്ട് എന്നിട്ട് എനിക്ക് മാത്രം അത് ഉണ്ടായി കിട്ടിയത്. അപ്പോൾ നമ്മളിവിടെ ഇഴജീവികൾ ഇതിൻ്റെ അടുത്തേക്കൊന്നും വരില്ല. ഇപ്പോൾ പാമ്പൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ അടുത്തേക്ക് വരാതെ ഒഴിഞ്ഞു പോകും. ഇത് നമ്മൾ സാധാരണ സ്ത്രീകളെ ആണ് വിഷമേൽക്കുന്നതെങ്കിൽ നമ്മളത് പുരുഷൻ്റെ മൂത്രത്തിലും, പുരുഷനാണ് വിഷമേൽക്കുന്നതെങ്കിൽ സ്ത്രീകളുടെ മൂത്രത്തിലും ഇത് സ്ഫുടം ചെയ്തിട്ടുണ്ടാകുന്ന ആ ചൂർണം കുറച്ച് കൊടുത്താൽ ആൾ മരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അത്രയ്ക്ക് ഔഷധ ഗുണമുള്ളൊരു സാധനമാണ്. ശരിക്കും ഈ ഔഷധങ്ങളെയൊക്കെ നമ്മൾ നിത്യവും നമസ്കരിക്കണം. അതിൻ്റെ ചുറ്റും നടന്നാൽ തന്നെ ഇതിൻ്റെ കുറേ ഗുണങ്ങൾ നമുക്ക് കിട്ടും. അതിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് വളരുകയും ചെയ്യും. അതോടൊപ്പം അതിൻ്റെ ഒരു അനുഗ്രഹം നമുക്കുണ്ടാവുകയും ചെയ്യും.